പ്രകൃതിയിൽ ജീവികളുടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നത് 3 കാര്യങ്ങളാണ്: പട്ടിണി, കാലാവസ്ഥ, ശത്രുക്കൾ. എന്നാൽ ശാസ്ത്രജ്ഞനായ ജോൺ കാൽഹൂണിന് ഒരു സംശയമുണ്ടായിരുന്നു. ഈ 3 ഭീഷണികളും ഒഴിവാക്കിയാൽ ഒരു ജീവിവർഗത്തിന് എന്ത് സംഭവിക്കും? അവർ അനന്തമായി വളരുമോ, അതോ സ്വയം നശിക്കുമോ? ഇതറിയാൻ 1968 അദ്ദേഹം ഒരു മൈക്രോ വേൾഡ് സൃഷ്ടിച്ചു. അതാണ് യൂണിവേഴ്സ് 25. ആദ്യം നമുക്ക് ഈ പരീക്ഷണത്തിൻ്റെ ഡിസൈൻ നോക്കാം. ഇതൊരു സാധാരണ കൂടായിരുന്നില്ല. 2.7 മീറ്റർ വലിപ്പമുള്ള 4 പ്രധാന മുറികളുള്ള ഒരു ടാങ്കായിരുന്നു അത്. ഇതിൻ്റെ ഡിസൈൻ വളരെ പ്രത്യേകമായിരുന്നു. എലികൾ കയറിപ്പോകാൻ 16 വെർട്ടിക്കൽ ടണലുകൾ, താമസിക്കാൻ 256 അപ്പാർട്ട്മെൻറ്റുകൾ പോലുള്ള നെസ്റ്റിംഗ് ബോക്സുകൾ, 4000 എലികൾക്ക് വരെ ഒരേ സമയം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സൗകര്യം എന്നിവ ഇതിലുണ്ടായിരുന്നു. അതായത് ഇവിടെ ഭക്ഷണത്തിനായുള്ള യുദ്ധം ഒരിക്കലും നടക്കില്ല എന്ന് കാൽഹൂൺ ഉറപ്പുവരുത്തിയിരുന്നു. ഈ പരീക്ഷണം 4 ഘട്ടങ്ങളായാണ് നടന്നത്. ഇതിൻ്റെ ഡാറ്റ വളരെ രസകരമാണ്. ആദ്യ 104 ദിവസങ്ങളിൽ 4 ജോഡി എലികൾ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുകയും അവർ തങ്ങളുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 105 മുതൽ 314 വരെയുള്ള ദിവസങ്ങളിലാണ് ജനസംഖ്യാ വിസ്ഫോടനം നടന്നത്. ഓരോ 55 ദിവസത്തിലും എലികളുടെ എണ്ണം ഇരട്ടിയായി മാറുകയും ഗ്രാഫ് കുത്തനെ മുകളിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ 315-ാം ദിവസം മുതൽ പരീക്ഷണത്തിലെ ട്വിസ്റ്റ് സംഭവിച്ചു. ജനസംഖ്യ 2200-ൽ എത്തിയതോടെ സ്ഥലം തികയാതെ വന്നു. അവിടെ ഭക്ഷണങ്ങളുണ്ടായിരുന്നു, പക്ഷേ സോഷ്യൽ സ്പേസ് ഇല്ലായിരുന്നു. അത് എലികളുടെ തലച്ചോറിൽ മാറ്റങ്ങളുണ്ടാക്കി. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ അവരുടെ രക്തത്തിൽ കൂടുകയും ഇത് അവരെ അക്രമകാരികളാക്കി മാറ്റുകയും ചെയ്തു. കാൽഹൂൺ ഈ അവസ്ഥയ്ക്ക് ഒരു പേര് നൽകി: ബിഹേവിയറൽ സിങ്ക്. അമിതമായ ജനസംഖ്യ കാരണം സമൂഹത്തിൽ നിയമങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയാണിത്. ഇവിടെ 2 തരം വിചിത്ര സ്വഭാവങ്ങൾ രൂപപ്പെട്ടു. ഒന്ന്, വെറുതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ദ അഗ്രസേഴ്സ്. 2, സമൂഹത്തിൽ നിന്ന് പിന്മാറി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ദ ബ്യൂട്ടിഫുൾ വൺസ്. ഇവർക്ക് ഇണചേരാനോ സാമൂഹികമായി ഇടപെടാനോ ഉള്ള കഴിവ് ജനിതകമായി തന്നെ നഷ്ടപ്പെട്ടിരുന്നു. 506-ാം ദിവസത്തിൽ അവസാനത്തെ കുഞ്ഞ് ജനിച്ചു. അതിനുശേഷം ജനന നിരക്ക് 0-മായി. ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു, സ്ഥലം ബാക്കിയുണ്ടായിരുന്നു, പക്ഷേ എലികൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. കൃത്യം 1973 മെയ് മാസത്തിൽ 600-ാം ദിവസം യൂണിവേഴ്സ് 25 പൂർണ്ണമായും നിശബ്ദമായി. ഈ പരീക്ഷണം തെളിയിച്ചത് ഇതാണ്: ഒരു സമൂഹം നശിക്കാൻ പട്ടിണി വേണമെന്നില്ല, സാമൂഹികമായ ഒറ്റപ്പെടലും അമിതമായ തിക്കും തിരക്കും മാത്രം മതി.